ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കുറച്ച് ടിപ്സുകളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നോമ്പിന് നമുക്ക് പച്ചക്കറികളൊക്കെ ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ള നല്ലൊരു ടിപ്സുമായിട്ടാണ്. അതേപോലെ കറിവേപ്പിലയ്ക്ക് എത്ര ഉണ്ടെങ്കിലും അതൊരു കേട് കൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റുന്നതും. അപ്പോൾ നമുക്കത് എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഞാനൊരു 4-5 തേങ്ങ എടുത്തിട്ട് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒന്ന് പുറത്തേക്ക് വെക്കാം. എന്നിട്ട് ഈ വെള്ളം കളയുമ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം വല്ല ചെടികൾക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളമായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ നമ്മളിതാ ഈ തേങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെള്ളമുള്ള തേങ്ങ തന്നെയാണ് കേട്ടോ, കൊട്ടത്തേങ്ങയൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വേവിച്ചിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചിരട്ടയിൽ നിന്നും വേറിട്ട് പോരും കേട്ടോ. അപ്പോൾ ചൂടാറിയതിന് ശേഷം എടുക്കാം കേട്ടോ. ഞാനിത് കാണാൻ വേണ്ടിയിട്ട് വേഗത്തിൽ എടുത്തതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ നമുക്ക് വേഗത്തിൽ ഇത് വേറിട്ട് കിട്ടും കേട്ടോ. കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, തൊലി കളയാണ്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഒന്ന് പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ്ടോ ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് മേടി കൊടുത്താൽ മതി. അപ്പം നമുക്ക് വേഗത്തിൽ വിട്ട് കിട്ടും. ഇത് കൊട്ടത്തേങ്ങ ഒന്നല്ല കേട്ടോ, അത് നല്ല വെള്ളമുള്ള തേങ്ങയാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിന്ന് നമുക്ക് വേറെ എടുത്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാ തേങ്ങയാണെങ്കിൽ ഇങ്ങനെ കിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോഴാണ് പെട്ടെന്ന് കിട്ടുക. കണ്ടോ, ഇതുപോലെ നമ്മൾക്ക് വേറെടുത്ത് എടുക്കാം. കണ്ടോ, വെള്ളമുള്ള തേങ്ങയാണ്. ഈ തേങ്ങ കേടാണ് കേട്ടോ, വലിയൊരു തേങ്ങ ഉള്ളത് കേടായിപ്പോയി. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇന്ന് വേഗത്തിൽ ചിരട്ട എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറേ തേങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ പൊളിക്കണം അതൊന്നും വേണ്ട. നോമ്പിന് നമുക്ക് എളുപ്പത്തിൽ പണികൾ തീർക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഫ്രീസറിൽ വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് തൊലി കളഞ്ഞിട്ടും കുറച്ച് തൊലി കളയാണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തൊലി കളയാണ്ട് എടുക്കുന്നത് നമുക്ക് വലിയ കറികൾ, മീൻകറി, ഇറച്ചിക്കറിയൊക്കെ വറുത്തരച്ച് വെക്കുമ്പോൾ അതിലിടാം. പിന്നെ നമ്മൾ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് തൊലി കളഞ്ഞത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനൊരു 2 മണി അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈർപ്പം അരി വലിച്ചെടുക്കും കേട്ടോ, അതുകൊണ്ട് വേഗത്തിൽ കേട് വരില്ല. അപ്പോൾ നമുക്കിത് 1 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കണം എന്നൊന്നുമില്ല, ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് ഈ തേങ്ങ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. വെള്ളം നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചെടുത്തിട്ട് വേണം കേട്ടോ നമ്മളിതുപോലെ അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതേപോലെ നമ്മൾ തൊലി കളഞ്ഞ തേങ്ങയും നമ്മളിതേപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചു വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. അതല്ല നിങ്ങൾക്ക് വറുത്ത് വെക്കണമെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വറുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് കാലം വരെ ഇരിക്കും. ഞാനിതുപോലെയാണ് ചെയ്യുന്നത്. അപ്പളക്കപ്പള വറുത്തെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു മണമൊക്കെ അല്ലേ, അതുകൊണ്ട് ഇതുപോലെ. അതേപോലെ ഞാൻ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പൊരിക്കാൻ പാകത്തിനുള്ളത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മസാല ഉണ്ടാക്കാനൊക്കെ പറ്റി നമുക്ക് കറികളിലൊക്കെ ഇടാൻ പറ്റി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു 2 മണി അരി ഇതിലിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് 2 ആഴ്ച വരെ ഇരിക്കും. നമ്മൾ നനവില്ലാത്ത പച്ചക്കറികളുണ്ടല്ലോ, ഇതിനൊന്നും വലിയ നനവൊന്നുമില്ലല്ലോ. നമ്മൾ അതേപോലെ കുമ്പളങ്ങ അങ്ങനെയുള്ളതൊക്കെയാണ് ഒരാഴ്ചയായിട്ട് ഇരിക്കുള്ളൂ. ഇത് ഒരു 2 ആഴ്ചയുടെ മേലൊക്കെ ഇരിക്കും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എയർ ടൈറ്റ് ആയിട്ട് ഇതിൽ തന്നെ വെക്കാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല കേട് വരാണ്ടിരിക്കുള്ളൂ. ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കുന്നത്. അതേപോലെ ഞാൻ പയർ, ഇത് ഞാൻ ഒരാഴ്ചയായിട്ടോ പയർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ച, ഒരു 1.5 ആഴ്ച വരെ കേട്ടോ, 1.5-2 ആഴ്ചത്തോളം ഇരിക്കും കേട്ടോ. നമ്മൾ വേഗത്തിൽ എടുക്കണം എന്നില്ല. നമ്മളിപ്പോൾ ദിവസമൊന്നും പയറുപ്പേര് വെക്കില്ലല്ലോ, ഒരു 1.5 വിട്ടിട്ട് അതിനുള്ളതനുസരിച്ചിട്ട് വെക്കുക. ഈ കുമ്പളങ്ങ ഞാൻ ഒരാഴ്ചയായിട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇതൊരു 2-3 ദിവസമൊക്കെ ഇരിക്കുള്ളൂ, കൂടുതലൊന്നും ഇരിക്കില്ല. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നല്ല വെള്ളമുള്ള ഇതല്ലേ, അതുകൊണ്ട് ഒരാഴ്ചത്തോളം
ഒരാഴ്ചയിൽ 2-3 ദിവസം അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ 2 മണി അരി അടിയിലിട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ മല്ലിയില സൂക്ഷിക്കുന്ന വീഡിയോ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ മല്ലിയിലയും ഒരു കേടും ഇല്ലാണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പച്ചപ്പൊന്നും വിട്ടിട്ടില്ല. അപ്പോൾ അതൊരു 2 ആഴ്ചത്തോളം ആയിട്ടുണ്ടാവും കേട്ടോ. അതേപോലെ മുരിങ്ങക്കായൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ വെള്ളം നനവൊന്നും ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് ഇതൊക്കെ 1 മാസം വരെ ഇരിക്കും കേട്ടോ. അതേപോലെ നമ്മൾ ചക്കക്കുരു വേഗത്തിൽ തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന വീഡിയോ വെച്ചിരുന്നു. അപ്പോൾ അതും അതേപോലെ ഇരിക്കും. അതൊരു 2 ആഴ്ചത്തോളം കേട്ടോ ഇരിക്കുള്ളൂ, കൂടുതൽ ഇരിക്കില്ല. അപ്പോൾ ഇതാ നമ്മൾ ഒരാഴ്ചയിൽ 1.5 ആഴ്ചത്തോളം ആയിട്ടുണ്ട് നമ്മളിതുപോലെ കറിവേപ്പില കുപ്പിയിൽ ഇട്ട് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കൊട്ടിയെടുക്കുന്നുണ്ട്. ഒരു 1.5-2 ആഴ്ചയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് ഒരു ഇല പോലും കേട് വരാണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് പച്ചരി ഇട്ടിട്ടാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 1.5 ആഴ്ചയായിട്ടും ഒരു കളർ വ്യത്യാസം പോലും വന്നിട്ടില്ല നമ്മളെ ഇലക്ക്. ഈ ഇല നല്ല മൂത്ത ഇല കളറുള്ളതാണ് കേട്ടോ. ഇതാ ഞാനിതിൽ കാണിച്ചു തരാം. അല്ലാണ്ട് ഇത് കളർ മാറ്റം വന്ന ഇലയല്ല. ഇത് നമ്മൾ ചില കറിവേപ്പിലേക്ക് ഇങ്ങനെ ഒരു കളർ വരുമല്ലോ, ആ കളറാണ് കേട്ടോ ഇത്. അപ്പോൾ അതേപോലെ ഒരു കേടും വരാണ്ട് നമുക്ക് ഇരിക്കും. എന്നിട്ട് നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് അരിമണി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ തന്നെ നമുക്ക് ഈ കുപ്പികളിൽ തന്നെ ഗ്ലാസിൻ്റെ കുപ്പിയിൽ തന്നെ ആക്കി വെക്കുക കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പിയിലാക്കുമ്പോൾ നമുക്ക് ഇത്രത്തോളം ഇരിക്കില്ല. ഗ്ലാസിൻ്റെ കുപ്പിയിലാവുമ്പോൾ നമുക്ക് ഇത് കഴിയോളം ഒരില പോലും കേട് വരാണ്ടിരിക്കും കേട്ടോ. ഇലകളിലൊന്നും ഒരു വെള്ളം നനവൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇതേപോലെ എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ചിരട്ടപ്പൊട്ട് ഇതിലിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ കൊട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് കഴിയോളം നമുക്കിത് സൂക്ഷിക്കാം കേട്ടോ. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് കൊട്ടി ഇതിലത്തെ അരി ഒന്ന് മാറ്റി പിന്നെ വീണ്ടും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ അടച്ചു വെക്കാം. അതേപോലെ തൂമ്പയിലൊന്നും ഇതുപോലെ നല്ല ഇതിൽ നമ്മൾ കൂടുതൽ നേരം എടുത്ത് വെക്കണതിൽ വെക്കരുത്. തൂമ്പല നമ്മൾ വേറെ മാറ്റി വെക്കണം. ഇതിൽ തൂമ്പല ഇല്ല കേട്ടോ. ഞാൻ തൂമ്പല മാറ്റി വെച്ചിട്ട് ഇതാണ്ടോ, ഇത് 1 ആഴ്ച ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കേടും പോലും വന്നിട്ടില്ല. ചെറിയ തൂമ്പയിലയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയണില്ലേ? അപ്പോൾ അതുപോലും ഒരു കേടും വന്നിട്ടില്ല. നമ്മൾ കുറച്ച് അരിമണി ഇട്ടിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ കൊട്ടിയെടുത്തിട്ടാണ് വെച്ചത്. ഇതുപോലെ ഗ്ലാസ് ജാറിൽ വെച്ചിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അതിലാക്കിയിട്ട് കുറച്ച് അരിമണി ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം ചിരട്ട, ഈ ചിരട്ടി അരിമണി നമ്മൾ ഈർപ്പം ഒക്കെ വലിച്ചെടുക്കും കേട്ടോ. അത് കാരണം നമ്മുടെ ഇലക്ക് ഒരു കേടും സംഭവിക്കില്ല. ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇല പോലും കേടുവരാണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.